നമുക്കൊരു ചീസി കട്ട്ലേറ്റ് റെഡിയാക്കി എടുത്താലോ. നമ്മളെ കട്ട്ലേറ്റിനെ ഒന്ന് വെറൈറ്റി ആക്കി പിടിക്കാം നമ്മൾക്ക്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 5 വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചി, 5 പച്ചമുളക്, ഒരു ക്യാരറ്റിൻ്റെ ചെറിയ കഷ്ണം, അതേപോലെ ഒരു ചെറിയ സവാള. എന്നിട്ട് നന്നായി ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ വേവിച്ചെടുത്ത ചിക്കന് പിച്ചെടുത്തതും കുരുമുളകും അതേപോലെ ഒറിഗാനോ ആണ് ഇതിലെ മസാല ഇട്ട. വേറെ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ഇടണ്ട. എന്നിട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് പാനിൽ നിന്ന് അത് എടുത്തു മാറ്റാം. ഇനി നമുക്കൊരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അതിന് ഞാൻ 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് ഒരു വലിയ ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കുക. ഇതേ പരുവാകുമ്പോൾ നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. 2-3 സ്റ്റെപ്പാക്കിയിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് സോസ് റെഡി ആയാൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഒരിഗാനോ, അതേപോലെ ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കൂട്ട് അതിലിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. പിന്നെ നമുക്കിങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഒട്ടുമില്ല കേട്ടോ. എന്നിട്ട് ചെറിയ ഉരുളൻകിഴങ്ങ്, വലിയ ഉരുളൻകിഴങ്ങാണെങ്കിൽ അരഭാഗം ഇട്ട് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് റസ്ക് പൊടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഏകദേശം ഞാനൊരു 1/2 കപ്പ് റസ്ക് പൊടിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇറക്കി വെക്കാം. എന്നിട്ടൊരു മുട്ട നന്നായി അടിച്ചെടുക്കുക. അതേപോലെ റസ്ക് പൊടിയും മൈദപ്പൊടിയും. എന്നിട്ട് നമ്മൾ ഏത് ഷേപ്പിലാണോ നമ്മളെ കട്ട്ലറ്റ് ചെയ്തെടുക്കണത് അതുപോലെ ചെയ്തെടുത്തിട്ട് മുട്ടയിൽ മുക്കുക, പിന്നെ റസ്ക് പൊടിയിൽ മുക്കുക. ഞാൻ മൈദയിൽ മുക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് അത്ര സുഖമായി തോന്നില്ല. അപ്പോൾ മൈദ വേണ്ട. ഇതന്നെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാതും അങ്ങനെ എടുത്തതിന് ശേഷം നമ്മളൊരു പാൻ വെച്ച് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കട്ട്ലറ്റ് അതിലേക്ക് നിരത്തി കൊടുക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2-3 പ്രാവശ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുക്കുക. നന്നായി ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനെ കോരിയെടുക്കുക. അങ്ങനെ 2 സ്റ്റെപ്പായിട്ട് ഇടാനുള്ള അത്ര എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ 2 സ്റ്റെപ്പിലായിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ആരും ചെയ്യാതെ പോകരുത്. എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ ആ ക്രീം അടിപൊളിയാണ്. വൈറ്റ് സോസ് വെച്ചിട്ടുള്ള ക്രീം അടിപൊളിയാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് ചീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിൽ ചീസ് ഇട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.